എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഈസി പുഡിംഗ് ആണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല, ഒരു 10 ബിസ്ക്കറ്റൊക്കെ മതിയാവും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒരു മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് കസ്റ്റർഡ് മിൽക്ക് ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുക്കുന്നുണ്ട്. കസ്റ്റർഡ് പൗഡർ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം 1 ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് മാറ്റി വയ്ക്കാം. നമുക്കിനി ജിലാറ്റിൻ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഇത് അഗാറാണ്. അതൊരു 2-3 എണ്ണം ഇട്ട് കൊടുക്കാം. അതൊരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അത് തിളപ്പിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കിത് നമ്മളുണ്ടാക്കിയ കസ്റ്റർഡ് മിൽക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. തുടർച്ചയായി ഇളക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായി കുറുകി വരുന്നുണ്ട്. നല്ലൊരു തിക്ക് ഗ്രേവി ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് തീ ഓഫ് ചെയ്യാനായിട്ട്. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ തൊട്ട് 1/4 ടേബിൾ സ്പൂൺ വരെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ചൈന ഗ്രാസും ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നന്നായിട്ട് പുഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതെങ്കിലുമൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ആപ്പിളും മാങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്ത് ബിസ്ക്കറ്റ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ കപ്പ് കേക്കിൻ്റെ മൗൾഡിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. കപ്പ് കേക്കിൻ്റെ മൗൾഡിൽ താഴ്ഭാഗത്ത് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിലായിട്ട് കസ്റ്റർഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഫ്രൂട്ട്സ് ഇട്ട് ബിസ്ക്കറ്റ് പൊടി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്തത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ബൈ.